നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവമാണ് IB ഉദ്യോഗസ്ഥയുടെ മരണം. സുഹൃത്തായ മലപ്പുറം സ്വദേശി സുഗാന്തിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. യുവതി ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് കുടുംബം ആരോപിച്ചു. ലൈംഗിക അതിക്രമം നേരിട്ടതിന്റെ അടക്കം തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയിരിക്കുകയാണ്. സുഗാന്ത് 3.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. സുഗാന്തിനെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നും IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. IB ഉദ്യോഗസ്ഥനായ സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഇയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതായാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വീട്ടുകാർ ആരോപിച്ചു. യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തും സഹപ്രവർത്തകനുമായ യുവാവിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്ന് പേട്ട പോലീസ് പറയുന്നു. മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണം ഉന്നയിച്ച യുവാവ് ഒളിവിലെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ IB ഉദ്യോഗസ്ഥരുടെ സഹപ്രവർത്തകനും എടപ്പാൾ സ്വദേശിയുമായ സുഗാന്ത് സുരേഷാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായില്ല. ഫോൺ ഓഫാണ്. IB ഉദ്യോഗസ്ഥയെ അവസാനമായി ഫോണിൽ വിളിച്ചതും സുഗാന്ത് തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 8 മിനിറ്റ് ഇരുവരും സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഈ IB ഉദ്യോഗസ്ഥരുടെ കുടുംബം ആരോപിച്ചതുപോലെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം പലപ്പോഴും സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് ഈ പെൺകുട്ടി മരിച്ചതിൻ്റെ 2ാം ദിനമാണ്. മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാട്ടിയതോടെ 24-ന് സുഗാന്തിനെ വീട്ടിലെത്തിച്ചു. മരിക്കുന്നതിന് മുമ്പ് മകൾ ഫോണിൽ വിളിച്ചിരുന്നതായി അമ്മയും വെളിപ്പെടുത്തിയിരുന്നു. അസ്വാഭാവികമായി ഒന്നും പറഞ്ഞില്ല എന്നാണ് അമ്മയുടെ മൊഴി. തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ കാമുകൻ സുഗാന്ത് ആയിരുന്നുവെന്നും പിതാവ് മധുസൂദനൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. വിവാഹാലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിന്മാറ്റവും പെൺകുട്ടിയുടെ ആത്മഹത്യയും. IB പരിശീലന കാലത്താണ് പെൺകുട്ടിയും സുഗാന്തും അടുപ്പത്തിലായത്. പിന്നീട് പലവട്ടമായി പണം കൈക്കലാക്കി. അവസാന മാസങ്ങളിൽ ശമ്പളം പൂർണ്ണമായും സുഗാന്തിന് UPI വഴി കൈമാറ്റം ചെയ്തു. ഭക്ഷണത്തിന് പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു പെൺകുട്ടി. ജന്മദിനത്തിന് കേക്ക് വാങ്ങാൻ പോലും പണമില്ലായിരുന്നു. വൻ തുക വാങ്ങിയ കാമുകൻ ചെലവിനുള്ള പണം മാത്രം പെൺകുട്ടിക്ക് നൽകിയിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിവാഹകാര്യം പറഞ്ഞെങ്കിലും കൊച്ചി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥനായ യുവാവ് ഒഴിഞ്ഞുമാറി. പലവട്ടം ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തു. ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചിരുന്നത് സുകേഷിനോടായിരുന്നു. കൂടുതൽ ചൂഷണങ്ങൾ നടന്നെന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. IB ഉദ്യോഗസ്ഥ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ആത്മഹത്യ. സംഭവത്തിൽ പേട്ട പോലീസും IBയും അന്വേഷണം തുടരുകയാണ്. വളരെ ചെറുപ്പം മുതലേ അവൾ കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുമായിരുന്നു. കുടുക്ക പൊട്ടിച്ച് ആ പണം എന്നെയോ അച്ഛനെയോ ഏൽപ്പിക്കും. അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് ഞാനാണ്. 1 രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് വെറും 80 രൂപയാണ്. കരച്ചിലടക്കാനാവാതെ IB ഉദ്യോഗസ്ഥയുടെ അമ്മ പാലക്കാട് ചിറ്റൂർ ലാൻഡ് റവന്യൂ ട്രൈബ്യൂണൽ സീനിയർ ക്ലർക്കായ നിഷ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ വേദനയോടെയാണ് ഉറ്റവർ കേട്ടുനിന്നത്. എന്നും രാവിലെ ജോലി കഴിഞ്ഞിറങ്ങി 6:45-നാണ് അവൾ വിളിക്കുന്നത്. മരിക്കുന്ന അന്ന് വിളിച്ചത് 7:15-നായിരുന്നു. കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തു നിന്ന് വാങ്ങാമെന്നും പറഞ്ഞു. അവൾക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും അറിയില്ല എന്നാണ് വിതുമ്പലോടെ മാതാവ് പറയുന്നത്. മകൾ അവസാനമായി സംസാരിച്ചത് മലപ്പുറം സ്വദേശിയായ സുഹൃത്തിനോടാണ്. അയാൾ മകളെ മാനസികമായി തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവൾ ഞങ്ങളെപ്പോലും മറന്നത് ചെയ്യില്ല. ജോലി കിട്ടി ജോധ്പൂരിൽ പരിശീലനത്തിന് പോയി വന്ന ശേഷമാണ് മകൾക്ക് മാറ്റങ്ങൾ വന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുമായി കാര്യം ചർച്ച ചെയ്യുന്നത്. വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി മകളോട് ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് മകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. മകൾക്ക് അപകടം സംഭവിച്ചെന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ സംസാരിക്കാൻ സാധിച്ചില്ല. മകൾ ഹോസ്റ്റലിൽ എത്തിയോ എന്നും അയാൾ തിരക്കിയിരുന്നു. മകൾക്ക് നീതി കിട്ടുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നും മാതാവ് പറഞ്ഞു.
പെൺകുട്ടിയുടെ കിടപ്പുമുറിയിലെ ജനാലയിലൂടെ നോക്കുമ്പോൾ അവൾ അവസാനമായി ഉറങ്ങുന്ന ഇടം കാണാം. പെൺകുട്ടി മരിച്ച അന്നു മുതൽ അവളുടെ മുറിയിൽ ജനാലയ്ക്കരികെയാണ് അമ്മ. അടുത്ത മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കവറിൽ അവൾക്ക് നൽകാൻ പാലക്കാട്ട് നിന്ന് വാങ്ങിയ ഉടുപ്പുകളുമുണ്ട്. മാത്രമല്ല മകൾക്ക് സുഗാന്ത് സുരേഷിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഇതാവും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നും കുടുംബം പറയുന്നുണ്ട്. സുഗാന്തിനെ കാണാൻ പലവട്ടം IB ഉദ്യോഗസ്ഥ കൊച്ചിയിലേക്ക് പോയി. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നു. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് ഈ പെൺകുട്ടി തന്നെയായിരുന്നു. കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു. മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന് പിതാവ് ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ലൈംഗികമായ ചൂഷണം നടന്നുവെന്നും പിതാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.